പിന്നെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടറിനോടാണ് എനിക്ക് പറയാനുള്ള സഹോദര, ഈ ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ താങ്കളുടെ പാർഷ്യാലിറ്റി, താങ്കളുടെ സ്വാർത്ഥ താല്പര്യം എത്രത്തോളമാണെന്ന് കൃത്യമായി എൻ്റെ തെളിവുണ്ട്. ഇയാൾ ഒരാളുമായി സംസാരിച്ച കോൾ ഡിപ്പെൻഡ് ചെയ്ത് 100-300 പേര് ജോലി ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ ഓർത്തിട്ടാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഒരുത്തൻ കിടന്ന് അവിടെ കാണിക്കുന്ന ഇത് തെമ്മാടിത്തരത്തിന് അനുഭവിക്കുന്ന അവരൊക്കെ ആയിപ്പോ. അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കൺഫെഷൻ റൂമിൽ ജാസ്മിൻ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ എത്ര നേരം ജാസ്മിൻ കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ടുണ്ടെന്ന് അറിയോ? ഇതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ? നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലേ? എന്താ കാണിക്കാത്ത? നിങ്ങൾ ചിന്തിക്കാത്ത എന്താ കാണിക്കാത്തതെന്ന്? എന്താണ് ജാസ്മിൻ കൺഫെഷൻ റൂമിൽ അത് നടക്കുന്നത്? നിങ്ങൾ എന്താ കാണിക്കാത്ത? മക്കളെ നമുക്ക് പോയി നല്ല കമന്റ്സ് ഇട്ട് കൊടുക്കാം. ഇവന് കുറച്ച് എത്ര നന്നായിട്ട് ജാസ്മിൻ ഗെയിം കളിച്ചാലും പറയും, ഇവൻ പറയില്ലാന്ന്. എല്ലാവരും വാ. ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥി സിബിൻ പുറത്താക്കപ്പെട്ടതിനു ശേഷം സിബിനെതിരെ ജാസ്മിൻ ജാഫറിന്റെ PR ടീം ഒരുപാട് സൈബർ അറ്റാക്ക് നടത്തുന്നതായി സിബിൻ. തന്റെ മകനെയും വീട്ടുകാരെയും സുഹൃത്തുക്കളെയും വരെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നു എന്നായിരുന്നു സിബിന്റെ പരാതി. ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ജാസ്മിനോടും ഗബ്രിയോടും നിങ്ങൾ പ്രണയത്തിലാണോ, നിങ്ങളുടേത് ഫ്രണ്ട്ഷിപ്പാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി തന്നെ അവരെ ദുഃഖത്തിലാഴ്ത്തുകയും ജാസ്മിൻ ഒരുപാട് കരഞ്ഞ് കൺഫെഷൻ റൂമിൽ മണിക്കൂറുകളോളം ഇരിക്കുകയും ഗബ്രിയെ സൈക്കോളജിസ്റ്റ് പരിശോധിക്കുകയും ചെയ്തിരുന്നു. ജാസ്മിൻ വിഷമിച്ചിരുന്ന ആ ദിവസം മുഴുവൻ വീട്ടിലെ ആക്ടിവിറ്റീസ് മുഴുവനായി നിർത്തിവെച്ചിരുന്നു. ഒരു ഹൗസ് ആക്ടിവിറ്റികളോ നോമിനേഷൻ പ്രക്രിയയോ ഒന്നും തന്നെ നടത്തിയിരുന്നില്ല. ജാസ്മിനും മൈക്ക് ഊരിവെക്കുകയും നിരാഹാരം കിടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇത് സിബിൻ ചെയ്തപ്പോൾ വലിയ അപരാധമായി മാറി. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന 2 ആൾക്കാരെ കുറിച്ചാണ്. ഒന്ന് സിബിൻ, ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഭീരുവിനെ പോലെ ഒളിച്ചോടിയ, പേടിച്ചോടിയ സിബിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനും, പിന്നെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വളരെ സ്ട്രോങ് ആയിട്ട് വളരെ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ തരണം ചെയ്തുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജാസ്മിൻ എന്ന് പറയുന്ന ആ ഒരു സഹോദരി, ആ ഒരു പോരാളി, സ്ട്രോങ് ലേഡി ഓഫ് ബിഗ് ബോസ് സീസൺ 6നെ കുറിച്ചാണ് നമ്മൾ 2 കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ സ്വീകരിക്കുന്നത് സീസൺ 6ലെ എപ്പിസോഡ് 37 ഡേ 26. അപ്പോൾ താൻ പോടോ, മൈക്ക് ഇടാൻ പറ്റില്ല, എനിക്ക് സൗകര്യമില്ല. അതായത് ജാസ്മിൻ മൈക്ക് ധരിക്കാതിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മൈക്ക് മാറ്റി വെച്ചപ്പോൾ ക്യാപ്റ്റൻ വന്ന് ഇടപെടുകയാണ്. മൈക്ക് ധരിക്കൂ ജാസ്മിൻ എന്ന് പറയുന്നു. പക്ഷെ ജാസ്മിൻ മൈക്ക് ധരിക്കുന്നില്ല. ജാസ്മിൻ മൈക്ക് മാറ്റി വെച്ചിട്ട് ബിഗ് ബോസുമായി നിസ്സഹകരണം പറഞ്ഞിരിക്കുകയാണ്. അവിടെ മൈക്ക് ധരിക്കാൻ പറ്റില്ല, എനിക്ക് സൗകര്യമില്ല എന്ന് പറയുകയാണ്. അപ്പൊ ജാസ്മിൻ ഇപ്പോൾ പറയുകയാണ്, എനിക്ക് മൈക്ക് ധരിക്കാൻ സൗകര്യമില്ല. ഓക്കെ, വീണ്ടും അതായത് ഈ മിഡിൽ ഫിംഗർ കാണിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര മ്ലേച്ഛകരമായ കാര്യമാണ്. പക്ഷെ ഈ ഭാഷ വളരെ സംസ്കാരമുള്ള ഭാഷയാണ്. ബിഗ് ബോസ് മൈക്ക് ധരിക്കാൻ പറഞ്ഞിട്ടും ജാസ്മിൻ മൈക്ക് ധരിക്കുന്നില്ല. ഗായ്സ്, നിങ്ങൾ മനസ്സിലാക്കണം, ജാസ്മിൻ സ്ട്രോങ് ലേഡിയാണ്. സിബിനോട് ഇതുപോലെ ബിഗ് ബോസ് മൈക്ക് ധരിക്കാൻ പറഞ്ഞിട്ട് സിബിൻ മൈക്ക് ധരിക്കാതിരുന്നില്ല. അവൻ വീക്ക്, അവന് ഇതില്ല, മറ്റേ ശക്തിയില്ല, മെന്റൽ സ്ട്രെങ്ത് ഇല്ല. എന്നാൽ ജാസ്മിന് മെന്റൽ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ് ബിഗ് ബോസ് മൈക്ക് ധരിക്കാൻ പറഞ്ഞിട്ട് മൈക്ക് ധരിക്കാതെ ഈ കാണിക്കുന്നത്. കണ്ടോ സ്ട്രോങ് കണ്ടസ്റ്റന്റ്. എടാ, ഞാൻ കരഞ്ഞു മെഴുകി, സിബിൻ കരഞ്ഞു മെഴുകി പുറത്തിറങ്ങി എന്ന് പറയുന്ന ആൾക്കാർ സിബിൻ കരഞ്ഞു മെഴുകി പുറത്തിറങ്ങി. എന്നാൽ ജാസ്മിൻ വളരെ സ്ട്രോങ് ആയിട്ട് അകത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നവന്മാർ എവിടെടാ ഈ എപ്പിസോഡ് കാണാത്തത്? കണ്ടുപറഞ്ഞ് നോക്കടാ നിങ്ങളുടെ സ്ട്രോങ് ലേഡി കാണിക്കുന്നത്. അതായത് ജാസ്മിന് വീട്ടിൽ നിന്ന് പോകണമെന്ന് പറയാണ് ജാസ്മിൻ. ഇത് കോറസ് ആയിട്ട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് എന്നെ ഇറക്കി വിട്ടത്. പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ പറയുകയാണ്, എനിക്ക് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകണ്ട, എനിക്ക് പുറത്തേക്ക് പോകണം, എനിക്ക് പറ്റുന്നില്ല ഇവിടെ പിടിച്ചു നിൽക്കാനെന്ന്. മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ജാസ്മിൻ അത് പറയുകയാണ്, എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ്, എനിക്ക് ഇനി വീട് പറ്റില്ല, എനിക്ക് ഇവിടെ ഉള്ളവരെ കാണണ്ട, എനിക്ക് ഇവിടെ പോകണ്ട, പിന്നെ വെറുതെ വിടും ബിഗ് ബോസ്, പുറത്തേക്ക് വിടും. കോറസ് ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് വിടാതിരുന്നത്. കോറസ് ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് 3 പേര് അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ടാണോ ബിഗ് ബോസ് വിടാതിരുന്നത്? അപ്പം കുട്ടി പറയാണ്, എനിക്ക് പുറത്ത് പോകണം, എന്നെ വെളിയിലേക്ക് വിടൂ എന്ന് പറയാണ്. ഇത് തന്നെയല്ലേ ആ മെന്റലി സ്ട്രോങ് അല്ലാത്ത സിബിനും പറഞ്ഞത് അല്ലേ? ഒട്ടും മെന്റലി സ്ട്രെങ്ത് ഇല്ലാത്ത, ഒട്ടും ഗെയിം കളിക്കാൻ അറിയാത്ത, മനസാക്ഷി ഇല്ലാത്ത ആ സിബിൻ ഇത് തന്നെയല്ലേ പറഞ്ഞത് പുറത്ത് പോകണം? ഉച്ചയ്ക്ക് 1:30 വരെ ആ വീട്ടിലുള്ള പവർ ടീമിന്റെ പുതിയ പവർ ടീം പേരെടുത്തു, പുതിയ പവർ ടീം ചാർജ് എടുത്തു, പുതിയ ക്യാപ്റ്റൻ ചാർജ് എടുത്തു. അവിടെ ഒരു ആക്ടിവിറ്റിയും ആ വീട്ടിൽ നടന്നിട്ടില്ല. ചോറും കറിയും വെക്കുന്ന അല്ലാതെ വേറൊരു ആക്ടിവിറ്റിയും ഈ സമയം വരെ ആ വീട്ടിൽ നടന്നിട്ടില്ല. എന്ത് കാര്യം? ഇതുപോലെ തന്നെയാണല്ലോ സിബിനും മെന്റലി മറ്റേ ബ്രേക്ക് ഡൗൺ ആയിട്ട് ആ വീട്ടിന്റെ മൂലയെ മാറിയിരുന്നപ്പോൾ അവിടെ നോമിനേഷൻ നടത്തി. അവിടെ ലാലേട്ടൻ, നമ്മുടെ AI ലാലേട്ടനെ കൊണ്ടുവന്നു, അവിടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു. മെന്റലി സ്ട്രോങ് അല്ലാത്തവനായതുകൊണ്ടാണ് അവൻ മെന്റലി അവനെ നമ്മൾ കൺസിഡർ ചെയ്യാനേ പാടില്ല. എന്നാൽ ജാസ്മിൻ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട് സ്തംഭിക്കും. നിങ്ങൾക്ക് അറിയില്ല അത്.
മെന്റലി സ്ട്രോങ് അല്ലാത്ത സിബിൻ ഭക്ഷണം കഴിക്കാതെ അവിടെ നിരാഹാരം കിടന്നു. ഇവര് ഇപ്പൊ ഈ ജാസ്മിൻ പിന്നെ എന്താ ചെയ്തത്? ഭക്ഷണം നല്ല വയറു നിറയെ കഴിച്ചിട്ടാണ് പോയി കിടന്നത്? ഇല്ല, ജാസ്മിനും ഭക്ഷണം കഴിച്ചിട്ടില്ല, നിരാഹാരം കിടന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം 5 മണി വരെ നിരാഹാരം നടത്തി ആ വീട്ടിൽ ഒരു കാര്യത്തിനും സഹകരിക്കില്ല എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിനകത്ത് കയറിയിരുന്ന ജാസ്മിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് 5 മണി വരെ ആ വീട്ടിൽ ഒരു ആക്ടിവിറ്റീസും നടത്തിയിട്ടില്ല. എന്നിട്ട് 5:05 അവരെ എന്താ കൺഫെഷൻ റൂമിനകത്ത് സംസാരിച്ചത്? എന്താണ് സംസാരിച്ചത് നമുക്കറിയില്ല. എന്താ നിങ്ങൾ കാണുന്നത്? ഞാൻ മാത്രമല്ല, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻസ് അഭിജിത്ത് ആണെങ്കിലും ഗബ്രി ആണെങ്കിലും പറയുന്നു നിങ്ങൾ കാണുന്നത് എഡിറ്റഡ് വേർഷൻസ് ആണ്. അപ്പൊ എന്താ നടന്നത് അവിടെ? എന്താ സംഭവിച്ചത് അവിടെ? പറ. മെന്റലി സ്ട്രോങ് അല്ലാത്ത, ഒട്ടും ഗെയിം കളിക്കാൻ അറിഞ്ഞൂടാത്ത, മനസ്സാക്ഷി ഇല്ലാത്ത ആ ഒരു വൃത്തികെട്ടവനായിട്ടുള്ള സിബിൻ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അവിടെ വിഷമിച്ച് ആ മുക്കി പോയി ബീം ബാഗിൽ ഇരുന്ന സമയത്ത് ഇവിടെ നോമിനേഷൻ നടക്കുന്നു. ഇവിടെ 50ാമത്തെ ദിവസത്തിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് AI-യിൽ ലാൽ സാർ വരുന്നു. അങ്ങനെ വീട്ടിലെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നു. എന്നാൽ സിബിൻ ആ മൂലയിൽ വിഷമിച്ച് മാറിയിരിക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. നേരെ മറിച്ച് ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റ് വിഷമിച്ച് മാറിയിരുന്നപ്പോൾ, അത് എന്ത് കാരണം കൊണ്ടെന്ന് പോലും അറിയില്ല അവർക്ക്, അവര് തന്നെ ചെയ്ത കാരണമാണ് കേട്ടോ. ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ് അടിച്ചേപ്പിക്കുന്ന സാധനമല്ല, അവര് തന്നെ ചെയ്ത ഒരു കൺഫ്യൂഷൻ കാരണം ആള് മാറിയിരുന്നപ്പോ, അവരൊരു വിഷമം കൊണ്ട് മാറിയിരുന്നപ്പോ ആ വിഷമം തീർക്കുന്നത് വരെ ആ വീട്ടിലുള്ള 19 പേർക്കും ഒരു വിലയില്ല. ജാസ്മിനാണ് അവിടെ എല്ലാം. നിങ്ങൾ ഇത്രയും സ്ട്രോങ് എന്ന് നിങ്ങൾ വാഴ്ത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന ഒരാള് എന്തുകൊണ്ട് സ്ട്രോങ് ആയി? ആ വീട്ടിൽ അയാൾക്കെതിരെ ഗെയിം കളിച്ച ഒരാൾ ഇപ്പൊ ആ വീട്ടിലുണ്ടോ? അവരൊക്കെ ഓഡിയൻസിന്റെ വോട്ട് കൊണ്ടാണ് പുറത്തേക്ക് വന്നത്. എന്തുകൊണ്ട് ഗബ്രി പുറത്തുപോയി? ജാസ്മിന് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഗബ്രി പുറത്തു പോയത്. ഗബ്രി തനിയെ ഇറങ്ങി കൊടുത്താണോ? നിങ്ങൾ പറ. ഇപ്പൊ കയറിയ സാബു ചേട്ടനാണെങ്കിലും ശ്വേത മേനൻജി ആണെങ്കിലും എന്താ പറഞ്ഞേ? അവര് ഹൗസിനുള്ളിൽ ജാസ്മിൻ ഇങ്ങനെ പറയുമോ? ആരെങ്കിലും ഒക്കെ ഒരു അകത്ത് കണ്ടസ്റ്റൻസിനെ കയറ്റി വിട്ടിട്ട് അങ്ങനെ പറയിപ്പിക്കുവോ? അങ്ങനെ പറയാവോ? ജനങ്ങളിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, ജാസ്മിൻ യു ആർ എ സ്ട്രോങ് കണ്ടസ്റ്റന്റ്. അങ്ങനെ ചെയ്യാവോ? അങ്ങനെ ചെയ്യിപ്പിക്കാവോ? ശരിയാണോ? അല്ലെങ്കിൽ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എയർ ചെയ്യാവോ? എഡിറ്റിൽ വിടാവോ? ദാറ്റ് ഇസ് ആക്ച്വലി നമ്മൾ എന്താ പറയുക, നമ്മൾ വെളിയിലുള്ള ജനങ്ങളെ സ്വാധീനിക്കുകയാണ്. സീസൺ 1 വിന്നർ വന്നിട്ട് പറയാണ് ജാസ്മിൻ യു ആർ എ സ്ട്രോങ് കണ്ടസ്റ്റന്റ്. അത് എന്തിനാണ്? അതെ, ഇപ്പൊ ഋഷിയെ ചീത്ത പറഞ്ഞു. ഞാനിപ്പം എനിക്കൊരു കമന്റ് വന്നു, ഋഷിയെ ചീത്ത പറഞ്ഞു. ഋഷിനെ ഇപ്പൊ എന്തിനാ ചീത്ത പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അടി വിടി എന്നൊക്കെ വിളിച്ചെന്ന് പറയും. എന്ത് പിന്നെ നടികൾ നടിയെന്നല്ലാതെ പിന്നെ നമ്മൾ എന്ത് വിളിക്കും? അപ്പൊ എടിയെന്നല്ലാതെ നമ്മളിപ്പോ എന്താ വിളിക്കുക? ഇപ്പൊ ഇവിടെ ആരാ എടിയെന്ന് വിളിക്കാത്ത ആരാ ഉള്ള വീട്ടില്? ഇപ്പതാ ഞാൻ പ്ലേ ചെയ്ത വീട്ടിൽ ജാസ്മിൻ എന്താ വിളിച്ച ജിൻഡോനെ? നിങ്ങൾ ജാസ്മിനെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് ഒരു കുഴപ്പമില്ല സഹോദരന്മാരെ, സുഹൃത്തുക്കളെ. പക്ഷെ മറ്റുള്ള ഒരാൾ നെഞ്ചത്ത് ചവിട്ടിയിട്ട് ആവരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ജാസ്മിൻ വിന്നർ ആവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഈ ജാസ്മിനെതിരെ ഗ്രഡ്ജും പിടിച്ചോണ്ട് എനിക്ക് അതിന് മാത്രമൊന്നും ഇല്ല. ആ കുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ മേഖല വേറാണ് സഹോദര. ബിഗ് ബോസ് കഴിഞ്ഞു, എനിക്കിനി എന്റർടൈൻമെന്റ് അതാണ് എന്റെ മേഖല. അത് നല്ല വൃത്തിയായിട്ട് അന്തസ്സായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലുള്ള PR ടീമുകൾ ദയവ് ചെയ്ത് എന്റെ അടുത്ത് വന്നിട്ട് എന്നെ ചീത്ത പറയുന്ന പരിപാടി നിർത്തുക. അത് എന്നെ നിങ്ങൾ പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ കണ്ണടയ്ക്കും. പക്ഷെ എന്റെ വീട്ടുകാരെയോ എന്റെ മകനെയോ എന്റെ കൂട്ടുകാരെയോ പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കില്ല സഹോദരന്മാരെ, ഞാൻ റിയാക്ട് ചെയ്യും. ഇനി അക്കമിട്ട് എപ്പിസോഡ് നമ്പർ 7 മുതൽ പറയാനാണ് നിങ്ങൾ ഇതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ്. അതിനാണെങ്കിൽ അക്കമിട്ട് തന്നെ പറയും.